ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി മെഴുക്കുരുട്ടിയാണ് കേട്ടോ. പാവയ്ക്കയും ക്യാരറ്റും ചേർത്താണ് നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുരുട്ടിയാണിത്. കുറച്ച് തൈരും ഈ ഒരു പാവയ്ക്ക ക്യാരറ്റും മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. വേറെ കറികളൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ റെസിപ്പീസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെഴുക്കുവരട്ടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പാവയ്ക്ക, സാധാരണ പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ്, വലിയ ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ പകുതി മതി, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയോ സവോളയോ ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സവോളയാണ് എടുക്കാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ സവോള എടുക്കാം, ഇല്ലെങ്കിൽ ഉള്ളി എടുക്കാം. ഉള്ളിയാണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കുക, സവോള ആണെങ്കിൽ ചെറിയൊരു സവോള എടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടാൻ സമയം കൂടുതലെടുക്കും. വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം ചേർത്തൊന്ന് ആദ്യം കുക്ക് ചെയ്യാൻ വെക്കട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ ക്യാരറ്റും പാവയ്ക്കയും കുക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഇതിലേക്ക് നമുക്ക് ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാവയ്ക്കയും ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട നമുക്ക്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പാവയ്ക്കും ക്യാരറ്റിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിനി ഒന്ന് കുക്കായി വരട്ടെ. കുക്കായി വരുമ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. ഇത് 2 രീതിയിൽ മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിലുള്ളൊരു മെഴുക്കുവരട്ടിയായി. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. പച്ചമുളക് കൂടുതൽ ചേർത്താൽ എരിവുണ്ടാവുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള മെഴുക്കുവരട്ടിയും ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ടേസ്റ്റുള്ള രീതിയിലുള്ള മെഴുക്കുവരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വറ്റൽമുളകൊക്കെ ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴാണ് മെഴുക്കുവരട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പച്ചമുളക് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പാവയ്ക്കയും ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. നമുക്കിനി വേറെ പാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനൊരു ചെറിയ സവോള ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഞാൻ ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ പാവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവോളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്ത് വേവിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. ചെറിയൊരളവിൽ മാത്രം എരിവ് മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. ഈ സവോളയൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെന്ന്. ഒരു 3/4 ടീസ്പൂണാണ് ചേർക്കുന്നുള്ളൂ. ഒരുപാട് എരിവ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ഒക്കെയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ അതിലും കുറച്ച് ചേർത്താലും മതി കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച്
മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി മുളക് പൊടി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്കയും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാവയ്ക്കയും ക്യാരറ്റും ചേർക്കാം. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ആ ഒരു ക്യാരറ്റിൻ്റെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് അങ്ങനെ അറിയില്ല. പിന്നെ ഈ ഒരു വൈറ്റ് കളറിലെ പാവയ്ക്ക എടുക്കുകയാണെങ്കിൽ അധികം കയ്പ്പുണ്ടാവില്ല. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് വേവിച്ച് വരുമ്പോൾ കയ്പ്പൊന്നും അധികം അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു മെഴുക്കുവരട്ടി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. ഇതിലിപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം, ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇതിലധികം വെള്ളമില്ല, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അളവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.